ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് തിരിഞ്ഞു നിന്ന് റേപ്പാന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ പിന്നെ താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് കൺസെന്റോടുകൂടി ആണോ ഇത്തരത്തിൽ ബന്ധപ്പെട്ടത് എന്ന് താങ്കൾക്ക് അറിയില്ല എങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അല്പസമയം മുമ്പ് സംസാരിച്ചത്? ഞാൻ ആ അടിസ്ഥാനം കൃത്യമായി പറയാം. റേപ്പ് ചെയ്തതിന് ശേഷം ആരും ഒരാൾക്ക് ഫ്ലൈയിങ് കിസ് അയക്കാറില്ല. അത് കൺസെന്റിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 50 രൂപ പത്രത്തിൽ എഴുതി കൊടുക്കുന്ന കാര്യമല്ല, അതിനുശേഷമുള്ള അവരുടെ റിയാക്ഷൻ പ്രധാനമല്ലേ? റേപ്പ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ത്രീ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും ഫ്ലൈയിങ് കിസ് ഉമ്മയൊക്കെ അയക്കുന്ന ഇതുണ്ടോ? അങ്ങനെ ഒരു റേപ്പ് ഉണ്ടോ? അപ്പം അങ്ങനെയൊന്നുമല്ല. താല്പര്യത്തോടുകൂടി പരസ്പര ബന്ധത്തോടെ ലൈംഗികതയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് തിരിഞ്ഞ് റേപ്പാണെന്ന് പറയുന്നത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ്. ആ പരിപാടികൾ ഈ വ്യാജ പരാതിക്കാർ അവസാനിപ്പിക്കണം. 2, ഈ സ്ത്രീയും കൂടി ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്ത്രീ ഒരു പോക്സോ കേസിലെ കുട്ടിയുടെ പേര് താങ്കളുടെ ചാനലിൽ അടക്കം ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 2 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണത്. അതിലൊന്നും ഒരു പോലീസുകാരനൂടെ ദണ്ണമില്ലല്ലോ. ഏതെങ്കിലും പോലീസുകാർ ഇവർക്കെതിരെ പരാതി എടുത്തോ?